ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം എന്താഗ്രഹിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ആ ഒരു ആകർഷണ നിയമം വളരെ വ്യക്തമായി സംഭവിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം പറയാറുണ്ട് എപ്പോഴും മോനെ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും, നമ്മൾ കാണാറുണ്ട് അല്ലേ കുട്ടികളൊക്കെ. മോനെ അതെന്താ, ദേഷ്യപ്പെട്ടാൽ കൂടിയും അതൊരു സ്നേഹത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആണ്, വളരെ കണക്റ്റഡ് ആയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ് ഒക്കെ, ദൈവത്തിനൊരു കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അതിലൊക്കെ നിറച്ചും ആ വാക്കുകളിൽ പോലും എന്തുമാത്രം സ്നേഹവും പരിഗണനയുമാണ് നൽകിയിരിക്കുന്നത്. ഓരോ ദിവസത്തിലും ഡിസിപ്ലിൻ ഉണ്ടാവുക അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ജീവിതം അല്ലേ. നമ്മൾ ഓരോരുത്തരോട് കണക്ട് ചെയ്യുമ്പോൾ പോലും ഡിസിപ്ലിനായിട്ട് നമ്മൾ അവരെ കേൾക്കുക, അതിനനുസരിച്ച് മറുപടി പറയുക, നമുക്ക് അവരോട് സംസാരിക്കാൻ തോന്നും, നമ്മളുടെ കാര്യങ്ങൾ പറയാൻ തോന്നും. ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിനെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വന്നാൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നന്ദിയോടുകൂടി പലവട്ടം നമ്മൾ ഓർക്കണം. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ സ്റ്റേജിൽ ഇത് പറയാൻ പറ്റിയത്. ഈ ഹോപ്പണോ എന്ന് പറഞ്ഞ ഒരു ടെക്നിക് ഉണ്ടല്ലോ, ഇതിലും നമ്മൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഐ ആം സോറി, ഫോർഗീവ് മീ പ്ലീസ്. അവർ കേൾക്കും, തീർച്ചയായിട്ടും ആ എനർജിക്ക് നമ്മളോട് വർക്ക് ചെയ്യാൻ പറ്റും. മാം, അപ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ ലോസ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടിയിരുന്ന ഈ ശരീരത്തിനെയും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന അനുഗ്രഹങ്ങളെയും എത്ര കണ്ട് എണ്ണി നമ്മൾ ഒരു ദിവസത്തിൽ താങ്ക് യു പറയുന്നുണ്ട്. നമസ്കാരം മാം. നമസ്കാരം മാം, ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നും മാം എന്നോട് ഇതിനു മുന്നേ പറയുകയുണ്ടായി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സദാ നമുക്ക് കിട്ടിയ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക, എല്ലാത്തിനോടും നന്ദി പറയുക എന്നുള്ളത് അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് നന്ദി പറയുക എന്നുള്ളത്. ഈ ഹോപ്പണോ എന്ന് പറഞ്ഞ ഒരു ടെക്നിക് ഉണ്ടല്ലോ, ഇതിലും നമ്മൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് എല്ലാത്തിനോടും നമ്മൾ നന്ദി പറയുക, സോറി പറയുക, താങ്ക് യു പറയുക, അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഇത് വളരെ പേർക്ക് വർക്കാവുന്നുമുണ്ട്. ഇതും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് കണക്റ്റ് ആകുന്നത് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. കാരണം ഡിസിപ്ലിൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ അതിനെ ആദ്യം നമുക്ക് പറഞ്ഞു വെക്കാം. എന്തൊരു കാര്യത്തിലും നമ്മളൊരു ഡിസിപ്ലിനൈസ്ഡ് ആവുക, കമ്മ്യൂണിക്കേഷനിൽ ഡിസിപ്ലിനൈസ്ഡ് ആവുക, ഫിനാൻഷ്യൽ സൈഡ് ഡിസിപ്ലിനൈസ്ഡ് ആവുക, ഓരോ ദിവസത്തിലും ഡിസിപ്ലിൻ ഉണ്ടാവുക, അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ജീവിതം അല്ലേ. നമ്മൾ ഓരോരുത്തരോട് കണക്ട് ചെയ്യുമ്പോൾ പോലും ഡിസിപ്ലിനായിട്ട് നമ്മളവരെ കേൾക്കുക, അതിനനുസരിച്ച് മറുപടി പറയുക, നമുക്ക് അവരോട് സംസാരിക്കാൻ തോന്നും, നമ്മളുടെ കാര്യങ്ങൾ പറയാൻ തോന്നും. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാതെ അവിടെ ഇവിടെയും ശ്രദ്ധിച്ച് മൊബൈലും നോക്കി ഓവർലാപ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കും ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെ നമ്മളെ കേൾക്കാൻ കാണിക്കുന്ന ആ സമയത്തെയും ആ മനസ്സിനെയും നന്ദിയോടെ നമ്മൾ എന്നും ഓർക്കും. നമ്മൾ ഒരു വല്ലാത്ത ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ്. നമ്മളുടെ സന്തോഷം ഫീലിങ്സ് മറ്റൊരാളോട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കേൾക്കുന്ന ആ ഒരു മനസ്സിന് നമ്മൾ ഉള്ളുകൊണ്ട് അവർ നമ്മളെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്, നമ്മളോട് അവർ അന്ന് ആ ഒരു കാര്യത്തിൽ അവർ നമ്മളുടെ കൈ പിടിച്ചതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, ഈ നന്ദി എന്നും ഓർക്കില്ലേ. അതെ, നമ്മളെ കേൾക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഒരു പക്ഷേ അവിടെ ആ മനസ്സ് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, കേൾക്കാൻ ആ സമയം നമ്മൾ അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൻ്റെ വലിയൊരു ദുരിതത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. പിന്നീട് നമ്മളത് ഓർക്കുമ്പോഴയ്യോ നമ്മുടെ ഉള്ളിലും ഒരു ഗിൽട്ടി ഫീൽ ഉണ്ടാവും. ഈ ഗിൽട്ടി ഇല്ലാതെ തന്നെ നമുക്കൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ, ഇതെല്ലാം കണക്റ്റഡാണ്, ഇൻ്റർലിങ്ക്ഡാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച പോലെ പോസിറ്റിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും അക്സെപ്റ്റൻസും എല്ലാം ഇൻ്റർലിങ്ക്ഡായിട്ട് വരുന്ന പോളിസീസാണ്, ഓരോ പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അട്രാക്ഷൻ നമ്മളിലേക്ക് സംഭവിക്കപ്പോൾ ലോ ഓഫ് യൂണിവേഴ്സൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഇതിനിടയിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ സംഭവിക്കപ്പെടണം? നന്ദി പറയുക. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടി, അവിടെ നിങ്ങൾക്ക് മാക്സിമം നന്ദി പറയുക. ഞാനിവിടെ ഇത് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്തു, ഒരാളോട് സംസാരിച്ചു, മറ്റൊരാൾ അതിനു വേണ്ടി നമ്മളെ സഹായിച്ചു, നമ്മളറിയാത്ത പലരുമായിരിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഒന്നും എന്താ പറയുക, ജന്മത്തിൽ പോലും നമ്മൾ അവരെ ഒന്ന് കണ്ടുമുട്ടാൻ പോലും സാഹചര്യങ്ങളുണ്ടാവില്ല ചില യാത്രകളിൽ. എനിക്കൊക്കെ പലപ്പോഴും സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. വണ്ടിയായിട്ടൊക്കെ പോകുന്ന സമയത്ത് ടയർ പഞ്ചറാവ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. ചിലയിടത്തൊക്കെ യാത്രകൾ ധാരാളം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്ത് ചെയ്യും, അയ്യോ ഇത് വർക്ക്ഷോപ്പൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ടയർ മാറുകയൊക്കെ ചെയ്യും, നമുക്കറിയില്ലല്ലോ, അങ്ങനെ ചെയ്യാനുള്ള അറിയില്ല.
അപ്പോൾ അതിൽ പോകുന്ന എന്താ അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എത്രയോ പ്രാവശ്യം അവർ വന്നിട്ട് എന്തെങ്കിലും പൈസ കൊടുത്താൽ ഒന്നും വേണ്ട, നിങ്ങൾ നിൽക്കണ കണ്ട് നോക്കി, എനിക്ക് തോന്നി എന്തോ ട്രബിൾ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തതാണ്. അതൊരു വല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നെഞ്ചിൽ തൊട്ട് നമ്മൾ പറയാം. ആ മനുഷ്യൻ അവിടെ വന്നില്ലായിരുന്നു, ഓക്കെ നമ്മൾ നന്നാക്കി എങ്ങനെയെങ്കിലും വിളിച്ചിട്ടോ 24 hours വിളിച്ചിട്ട് നമ്മൾ പോകുമായിരിക്കും. പക്ഷേ ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വഴിയിൽ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിനെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വന്നാൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നന്ദിയോടുകൂടി പലവട്ടം നമ്മൾ ഓർക്കണം. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ സ്റ്റേജിൽ ഇത് പറയാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെ പലർ വന്ന് ആ ഒരു ടയർ മാറുക അല്ലെങ്കിൽ ചെറിയ സഹായങ്ങളാണെങ്കിൽ കൂടിയും ഒന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഒന്ന് തള്ളി മാറ്റാൻ വേണ്ടി പരിചയമില്ലാത്തവരല്ലേ, തീർച്ചയായിട്ടും ചിലപ്പോൾ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്നാൽ കൂടിയും പരിചയമില്ലാത്തവരായിരിക്കും. നമ്മൾ അവരോട് താങ്ക് യു ഒരുപാട് താങ്ക്സ് പറയും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ കിടക്കും മുമ്പ് നിങ്ങൾ ആ പ്രപഞ്ചശക്തിയോട് ആ അറിയില്ലാത്ത ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ നന്ദി പറയാൻ ഒരു മനസ്സ് കാണിച്ചാൽ നാളെ നിങ്ങളിലേക്ക് കൂടുതൽ അബണ്ടൻസും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റവും വർക്ക് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡിനപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്നുള്ളത്. അവിടെയാണ് ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഹോപ്പോനോപോനോ പറയുന്ന സമയത്ത് വെറുതെ ഐ എം സോറി, ഫർഗീവ് മീ, പ്ലീസ്, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്നതിലല്ല, അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ കോണ്ടൻറ്റ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഏത് വ്യക്തിയോടാണ്, ഇപ്പോൾ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയോടാണ് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ചെയ്തെന്നിരിക്കട്ടെ, അവരോട് നമുക്ക് സോറി പോയിട്ട് അപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ജീവനുള്ളതും അത് സോളായി കഴിഞ്ഞു, ഫിസിക്കൽ ബോഡി ആകുന്ന വസ്ത്രം ഉപേക്ഷിച്ച് കഴിഞ്ഞു. നമ്മൾ ആ ഒരു എനർജിയോട്, ആ സോള് ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ റലത്തിലായിരിക്കും. അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താണ് സംഭവിക്കപ്പെട്ടത്, ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഇമോഷൻസ് എന്തായിരുന്നു, ആൻഡ് ഐ എം സോറി, ഫർഗീവ് മീ പ്ലീസ്, അവർ കേൾക്കും. തീർച്ചയായിട്ടും ആ എനർജിക്ക് നമ്മളോട് വർക്ക് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സ് നമ്മളോട് വർക്ക് ചെയ്യും, നേച്ചർ നമ്മളെ കണക്ട് ചെയ്യും. ഒരു തണുത്ത കാറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കതൊരു ആശ്വാസമാണ്, മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ കർമ്മ അങ്ങനെ എറൈസ് ആവും. തീർച്ചയായിട്ടും ഹോപ്പോനോപോനോയിലൂടെ നമ്മുടെ കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട്. ഞാനതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ മിക്കവാറും ഞാൻ ഓരോ വേർഡ്സിൻ്റെ കണ്ടൻറ്റ് എടുത്തിട്ട് ഈ ഐ എം സോറി, ഫർഗീവ് മീ പ്ലീസ്, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള ആ ഒരു വേർഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. എന്നിട്ട് ഇത് ഒരു 108 times എവ്രി ഡേ പറയുക, 3 months റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഹസ്ബൻഡ് വൈഫിന് ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് പഠനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന പോലെ ഒരു ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളൊക്കെ എനിക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരിലൊക്കെ ഇത് വർക്ക് ചെയ്യാറുണ്ടെന്നുള്ള അത്ഭുതകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ, കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം വർക്ക് ചെയ്യുമോ, ഈ പറയുന്ന സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. മനുഷ്യരാണ് നമ്മൾ. പക്ഷേ വൺസ് അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമുക്കൊരു അമേസിങ് റിസൾട്ട് ഇതിനകത്തേക്ക് കൊടുക്കാൻ കഴിയും. ഞാനിത് കേട്ടിട്ടുണ്ട് മാം. ഇപ്പോൾ ഫാമിലി ബന്ധങ്ങൾ പലരോടും നമുക്ക് നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുണ്ടാവും എല്ലാവർക്കും, അയ്യോ സോറി കേട്ടോ എന്ന്. പക്ഷേ ഈ ഹോപ്പനോപ്പണോ വഴി നമ്മൾ മനസ്സിൽ അവരോട് സങ്കല്പം ചെയ്ത് വളരെ സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ അവരോട് സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശത്രുത ഗ്രാജുവലി മാറുന്നതായിട്ട് മാറിപ്പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ധാരാളമായിട്ട് വലിയ റിസൾട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് ഹോപ്പോനോപോനോയിലൂടെ നമ്മൾ ഈ ഒരു ഫർഗീവ്നെസ്സിനെ ചോദിക്കുകയും താങ്ക് യു പറയുകയും ഐ ലവ് യു പറയുകയും. ഓക്കെ, ഐ ലവ് യു എന്ന് പറയുന്നത് പ്രണയിതാക്കൾക്ക് കമിതാക്കൾക്ക് മാത്രം പറയാനുള്ളതല്ല, എല്ലാവർക്കും പറയാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, പരിഗണനയാണ്, കൺസിഡറേഷൻ നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നതല്ലേ, അത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡല്ലേ. തീർച്ചയായിട്ടും നമുക്കൊരാളൊരു കൺസിഡറേഷൻ തരുന്നത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അത്. തീർച്ചയായിട്ടും എന്തിനും ഏതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, കുളിക്കുന്ന വെള്ളത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, കുടിക്കുന്ന വെള്ളത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾക്ക് ഈ വസ്ത്രം നെയ്ത് തന്ന ആ ഒരു മെഷീനിലുണ്ടായി വന്നതാണെങ്കിൽ കൂടിയും അതിന് പിന്നിൽ പണിയെടുത്ത, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അതിൻ്റെ പിന്നിൽ എത്ര പേര് പണിയെടുത്തിട്ടുണ്ടാകും. നമ്മളെപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അസ്വസ്ഥമാകും, ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കുക, നമ്മൾ ഇറിറ്റേഷൻ ആവുക ഒക്കെ. പക്ഷേ ഈ കറണ്ട് രണ്ടാമത് വന്ന് കഴിയുമ്പം അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തുടങ്ങി ചിന്തിച്ചു നോക്കൂ. പവർ സപ്ലൈ വന്നു കഴിയുമ്പോൾ AC ഇട്ടു, ഫാൻ ഇട്ടു, TV കണ്ടു, സ്വസ്ഥമായിരിക്കും, സമാധാനമായി, റിലാക്സായി എന്ന് പറയും. പക്ഷേ ആ പവർ സപ്ലൈ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതുപോലെ ഈച്ച് ആൻഡ് എവ്രിതിങ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഹോട്ടലിൽ പോയി നിങ്ങളിരിക്കുന്ന ആ മേശ തുടച്ച് തന്ന ഒരാളുണ്ട്, ഭക്ഷണം വിളമ്പി തന്ന ഒരാളുണ്ട്, നമ്മൾക്ക് അവിടെ ഡോറ് തുറന്നു തന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ വന്ന സെക്യൂരിറ്റി ഉണ്ട്. ഇവർക്കൊക്കെ ഒരു താങ്ക് യു പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും.
മാം, അപ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ ലോസ് ഓഫ് അട്രാക്ഷനായിട്ട് കണക്ട് ചെയ്യുന്നത്? നമുക്കത് എങ്ങനെയാണ് വർക്കാവുന്നത്? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച് ഒരു കാര്യമുണ്ട്, എല്ലാത്തിനോടും എന്തിനോടും താങ്ക് യു പറയാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത്. എല്ലാത്തിനോടും അങ്ങനെ ഒരു സമീപനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ നമ്മളെ എന്നും ഓർക്കും. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി നമുക്കൊരു പാർക്കിംഗ് ഏരിയ കാണിച്ചു തരും. നമ്മൾ ആ ആളോട് ചേട്ടാ താങ്ക് യു കേട്ടോ എന്ന് ചിരിച്ച മുഖത്തോടു കൂടി പറയുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ആ മുഖം നമ്മളെ ഓർക്കും. നമ്മൾ മൈൻഡ് ചെയ്യാതെ തിരിച്ച്, രണ്ടും നമ്മുടെ ഓപ്ഷനാണ്, ചൂസ് ചെയ്യാം. നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം, നമ്മൾ അദ്ദേഹത്തോട് താങ്ക് യു പറയാതെ ഇരിക്കാം, താങ്ക് യു പറയാം, ചിരിച്ചു സന്തോഷത്തോടെ പിരിയുകയും ചെയ്യാം. ഇത് രണ്ടും നമുക്ക് എടുക്കാവുന്നതാണ്, ഫ്രീ വില്ലാണ്. പക്ഷേ അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയ ആളേക്കാൾ കൂടുതൽ ഓർക്കുന്നത് ചിരിച്ച് താങ്ക് യു പറഞ്ഞ ഒരാളെ തന്നെയായിരിക്കും. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ഇല്ലാത്ത ലോട്ടുണ്ടാക്കി നമ്മുടെ വണ്ടി അടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്തു തരും. ഇത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്തിനേയും നന്ദി പറയുകയും എന്തിനേയും അതേപോലെ ഒരു വളരെ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ യൂണിവേഴ്സൽ അട്രാക്ഷൻ ഉണ്ട്. ലോ ഓഫ് യൂണിവേഴ്സൽ അട്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തിനേയും താങ്ക് യു പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തിനേയും സമീപിക്കുന്നത് വളരെ പോസിറ്റീവ് വൈബോട് കൂടിയാണ് സമീപിക്കുന്നത്. സ്നേഹമാണ് എന്നൊക്കെ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറയുന്ന പോലെ സ്നേഹമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ സോറി പറയാനുള്ളൊരു മനസ്സ് അവിടെയുണ്ട്. ഫൊർഗീവ്നെസ് കൊടുക്കാനുള്ള മനസ്സും അതിനെ ചോദിക്കാനുള്ള മനസ്സും അവിടെയുണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റസ് നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ക്യാരക്ടറിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊരു കാര്യവും ആഗ്രഹിച്ചാൽ, നേരത്തെ പറഞ്ഞു വെച്ച പോലെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ, അദ്ദേഹം എന്താഗ്രഹിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ആ ഒരു ആകർഷണ നിയമം വളരെ വ്യക്തമായി സംഭവിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ്. തെറ്റിനെ അംഗീകരിക്കാനും അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറാനും അദ്ദേഹം പറയാറുണ്ട്. എപ്പോഴും മോനെ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും, നമ്മൾ കാണാറുണ്ട് അല്ലേ കുട്ടികളൊക്കെ. മോനെ, അതെന്താ, ദേഷ്യപ്പെട്ടാൽ കൂടിയും അതിലൊരു സ്നേഹത്തിൻ്റെ ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആണ്, വളരെ കണക്റ്റഡ് ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റേഴ്സൊക്കെ, ദൈവത്തിനൊരു കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, അതിലൊക്കെ നിറച്ചും ആ വാക്കുകളിൽ പോലും എന്തുമാത്രം സ്നേഹവും പരിഗണനയുമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയിരുന്ന ഈ ശരീരത്തിനെയും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന അനുഗ്രഹങ്ങളെയും എത്ര കണ്ട് എണ്ണി നമ്മൾ ഒരു ദിവസത്തിൽ താങ്ക് യു പറയുന്നുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. വളരെ ചുരുക്കമായിരിക്കും നമ്മൾ താങ്ക് യു പറയുന്നത്. കൂടുതൽ നന്ദിയെ പ്രകാശിപ്പിക്കാനും കൂടുതൽ സ്നേഹത്തെ ഉൾക്കൊള്ളാനും തിരിച്ച് ആ സ്നേഹത്തെ കണക്ട് ചെയ്യാനും കുട്ടികളെ അടക്കം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ വലിയ നിലയിലെത്തും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിൽ അമ്മയെ സഹായിക്കുകയും അല്ലെങ്കിൽ വീട്ടിലെ ജോലികളിൽ അമ്മയെ സഹായിക്കുകയും സഹോദരിയെ സഹായിക്കുകയും വളരെ പരിഗണനയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നിൽക്കുന്ന ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണാം. അവർ നല്ലൊരു ഭർത്താവായിരിക്കും, നല്ലൊരു അച്ഛനായിരിക്കും. കാരണം അവർക്ക് അറിയാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കാനും അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒക്കെ കാണിക്കുന്നൊരു മനസ്സ് അവരെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്നവരോട് അവരുടെ കാര്യങ്ങൾ ക്ഷേമാന്വേഷിക്കുക, അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഒരു മനപ്പൊരുത്തത്തോടു കൂടി അവരോട് സമീപിക്കുകയൊക്കെ ചെയ്താൽ അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. അതിലൂടെ നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വരും, അബണ്ടൻസ് വരും, ഒക്കെ സംഭവിക്കപ്പെടും. ഇതെല്ലാം സ്നേഹമാണ്, പരിഗണനയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫൊർഗീവ്നെസ്, തെറ്റുപറ്റിയാൽ അംഗീകരിക്കാനുള്ള മനസ്സാണ്, സോറി പറയാനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് വർക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്താൽ ലോ ഓഫ് അട്രാക്ഷൻ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും തെറ്റല്ല. ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഇത് വളരെ ഒരു ചെറിയ ഏരിയ മാത്രമാണ് നമ്മളിവിടെ തൊട്ട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെ തന്നെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന ലോ ഓഫ് അട്രാക്ഷൻ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്.